ഒരു അസാധാരണമായ സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്നെ പ്രസംഗത്തിന് വിളിച്ചപ്പോൾ ചില വിശേഷണങ്ങൾ നൽകി ഞാൻ കേട്ടു. എന്നാൽ അതിലുപരിയായിട്ടുള്ളത്, ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലല്ല ഞാൻ, അതിലുപരി ഈ സർവകലാശാലയിൽ ഏറ്റവും കൂടുതൽ കാലം സെനറ്റ് മെമ്പറായിരുന്ന ഒരാൾ, 25 വർഷത്തിലേറെ. ഞാൻ ആദ്യമായി സെനറ്റ് മെമ്പർ ആകുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നിട്ടാണ്, അടിയന്തരാവസ്ഥക്കാലത്ത് വിദ്യാർത്ഥി നേതാക്കൾ ഞങ്ങൾ പ്രകടനം നടത്തിയതൊക്കെ നിങ്ങൾക്കറിയാം. 50ാം വാർഷികമാണ് ഇപ്പോൾ, അതിൻ്റെ പുറകിലാണ് ഇതൊക്കെ നടക്കുന്നത്. അന്ന് സഖാവ് SRP, ഈ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു അദ്ദേഹം, S. രാമചന്ദ്രൻ പിള്ള. അദ്ദേഹം നിർദ്ദേശിച്ച ഞാൻ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ട് നോമിനേഷൻ ഫോം ജയിലിൽ കിടന്ന് ഒപ്പിട്ട് സെനറ്റായി. അങ്ങനെ കൂടുതൽ കാലം സെനറ്റായി, പിന്നെ സിൻഡിക്കേറ്റായി. ഞാൻ സിൻഡിക്കേറ്റ് മെമ്പർ ആയിരിക്കുന്ന കാലവും ശ്രദ്ധേയമായൊരു കാലമാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. വിളനിലം സാറിൻ്റെ കാലമാണ്, മനസ്സിലായില്ലേ? നല്ല കാലമല്ല. അതൊക്കെ തരണം ചെയ്താണ് നാം ഇവിടെ എത്തിയത്, അല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ അവസ്ഥ. പണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അതിലെത്രയോ ഉപരിയാണ്, എത്രയോ ഉപരിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ഗൗരവമേറിയ വിഷയങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരു വിഷയം പറഞ്ഞല്ലോ. സർവകലാശാലയുടെ ഭരണകർത്താവ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. സർവകലാശാല പ്രവർത്തിക്കുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ സർവകലാശാല. അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനമാണ് രജിസ്ട്രാർക്കുള്ളത്. എല്ലാം ഭരണം കൈയാടുന്നയാളാണ്. വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഭരണകർത്താവാണ് അദ്ദേഹം, എനിക്കറിയാം. അദ്ദേഹത്തെ എന്താ പറയുക, ഒരു ഏഴാം കൂലിയെ പോലെ എടുത്തു കളയുക, സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമല്ലേ ഇപ്പോൾ നടക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് പോലും ഉണ്ടായിട്ടില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ സംഗതി? ഇവിടെ സൂചിപ്പിച്ച പോലെ, ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, അതുപോലെ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിക്കാനുള്ളത്. ഇവിടെ വൈസ് ചാൻസലർ എങ്ങനെയാ വരിക, അത് നമുക്കറിയാമല്ലോ. അതൊക്കെ നിയമപരമായി നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭരണഘടനാനുസൃതമായി നടക്കുന്ന കാര്യങ്ങളല്ലേ. നിയമങ്ങളെന്ന് ഞാൻ പറയുന്നത്, നിയമങ്ങൾ ഭരണഘടനയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ആ നിയമങ്ങൾ എന്ന് പറയും യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്സ്. അതിൽ ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ ആർക്കാ അധികാരം? ഉണ്ടെങ്കിൽ പറയട്ടെ, ഇത് കോടതിയിൽ പോയാൽ നാളെ എടുത്ത് കളയും. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സിൻഡിക്കേറ്റിന് മാത്രം ഉള്ള അവകാശമാണ്. ഞങ്ങളൊക്കെ അതിൽ പ്രവർത്തിച്ചതുകൊണ്ട് പറയുക, സിൻഡിക്കേറ്റിന് മാത്രം ഉള്ള ഒരു അവകാശം ഒരു വൈസ് ചാൻസലർ ഏതോ സ്ഥലത്തിരുന്ന്, അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയില്ല, റിമോട്ട് കൺട്രോളാണ്. റിമോട്ട് കൺട്രോളിൽ കൂടിയാണ് ഭരണം. എവിടെ എത്തി നമ്മൾ? ഇതെന്താ ഭ്രാന്തന്മാരുടെ നാടാണോ ഈ കേരളം? ഭ്രാന്തന്മാർക്ക് ഒന്നും ബാധകമല്ല. അങ്ങനെയുള്ള ഒരു ഭ്രാന്തന്മാരുടെ കയ്യിൽ ഇങ്ങനെയുള്ള ആളുകൾ എത്തിയ, അവിടെ ആ സ്ഥാനത്ത് എത്തിയാൽ എന്താകും? നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത്ര ഗുരുതരമായ അവസ്ഥയാണ് ഈ സമരം. വൈസ് ചാൻസലർക്കെതിരെ എന്ന് പറഞ്ഞാൽ പോരാ, വൈസ് ചാൻസലർ മറ്റൊരാളുടെ റിമോട്ട് കൺട്രോളാണ്, എല്ലാം റിമോട്ട് കൺട്രോളാണ്. അത് അവിടെയാണ്, വെള്ളയമ്പലത്താണ്, അവിടെ രാജ്ഭവനാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ്
ഈ വൈസ് ചാൻസലർ മാത്രമല്ല എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ കേട്ടത് ഒരു താൽക്കാലിക ചുമതല ആർക്ക് കൊടുത്തു? താൽക്കാലിക ചുമതല. എനിക്കറിയാം അവരെ. താൽക്കാലിക ചുമതല അവർ തന്നെ ഇപ്പൊ ഇരിക്കുന്ന ഒരു താൽക്കാലിക ചുമതലയിലാണ്. എങ്ങനെ നിങ്ങൾ ആലോചിക്കും? അവർ തന്നെ സ്ഥിരമായിട്ടുള്ള അല്ല, ഹൈക്കോടതിയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് താൽക്കാലികമായിട്ടിരിക്കുന്ന ഒരാള് വേറൊരാളെ ഇതൊക്കെ കേട്ടാൽ ചിരിക്കാതെ എന്താ പറയുക? അതാണ് ഞാൻ ചോദിച്ചത്. ഭ്രാന്തന്മാരുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇതാ ഇവിടെ നടക്കുന്നത്. അതാണ് ഇവിടെ ഇതിന്റെ രാജഭവൻ ആണ് ഇതിന്റെ റിമോട്ട് കൺട്രോൾ ഇരിക്കുന്നത്. അവിടെയുമല്ല ഇപ്പൊ ദേശീയ തലത്തിലായി അല്ലേ. ദേശീയ തലത്തിൽ കേന്ദ്രം അതിന് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം അറിഞ്ഞാലേ മനസ്സിലാവൂ നിങ്ങൾക്ക്.